പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ റോഡ് ഷോ നടത്തിയിരുന്നു. ഷാരിഖ് നവാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. അവരുടെ റോഡ് ഷോ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് നഗരത്തിലൂടെ. എത്രത്തോളം ഉണ്ട് ആത്മവിശ്വാസം? 100% ആത്മവിശ്വാസത്തിലാണ്. ഈ പാലക്കാടിന് ഒരു ശാപമോക്ഷം ഉണ്ടാകണം. ഇവിടുത്തെ വ്യവസായികൾ, ഇവിടുത്തെ സാധാരണക്കാർ, ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ പെൺകുട്ടികൾ, ഇവിടുത്തെ അമ്മമാർ, ആബാലവൃദ്ധം വരുന്ന ജനങ്ങൾക്കും വേണ്ടി അവരുടെ ഒരാളായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ കേരളത്തിനും വേണ്ടി ഞാൻ പാലക്കാട് നിന്നുകൊണ്ട് വോട്ട് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുമെന്ന് അങ്ങനെ അത്തരത്തിൽ തോന്നുന്നുണ്ട്. കാരണം UDFന്റെ മണ്ഡലം കൂടിയാണിത്. അതിന് നമ്മുടെ കേരള നിയമസഭയിൽ അതിന് പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ല. കാരണം കേരളത്തിൻ്റെ നിയമസഭയിൽ ചർച്ചകൾ നടക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അനുഭവവും കരുത്തുമുള്ള ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിയമസഭയ്ക്കകത്ത് പോകുന്നത്. അപ്പം അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ. ഒരു സ്ഥാനാർത്ഥിയുടെയും കഴിവിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള താല്പര്യം എനിക്കില്ല. രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ രംഗത്ത് വരട്ടെ. പക്ഷേ പാലക്കാട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. അപ്പം മോദി ഗ്യാരണ്ടി പാലക്കാടിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി 24 മണിക്കൂറിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കുറഞ്ഞ സമയം മാത്രം ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി സമയവും മണിക്കൂറുകളും വർഷങ്ങളും ഈ നാടിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ സാധിച്ച അവരുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് തീർച്ചയായിട്ടും അവർ ഹൃദയത്തിൽ ഒരു സ്ഥാനം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് നിങ്ങൾക്ക് വോട്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന കഥകൾ കേൾക്കാനേ ഇഷ്ടമല്ല എന്നുള്ളതാണ്. അത് ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രന്റെ റോഡ് ഷോ പാലക്കാട് നടന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടക്കമിടുകയാണ് ശോഭാ സുരേന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.